എന്ത് വേണം? ഞാൻ ഇന്ന് മുതല് ഈ മുറിയിലാ താമസിക്കാൻ പോകുന്നത്. ഇതെന്റെ റൂമാ. അതുകൊണ്ട് തന്നെയാ താമസം ഞാൻ ഇങ്ങോട്ട് മാറ്റിയേക്കുന്നത്. സിദ്ധുവിന്റെ മുറിയിലാണല്ലോ ഇനി ഞാനും താമസിക്കണ്ടേ. താലി വലിച്ചെറിഞ്ഞവളാ നീ. അങ്ങനെയുള്ള നിന്നെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? സിദ്ധുവിന്റെ താല്പര്യക്കേടൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. രജിസ്റ്റർ ചെയ്തൊരു കോൺട്രാക്റ്റാ നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നറിയാലോ. സിദ്ധുവിനുള്ള അത്രയും അവകാശങ്ങളും എനിക്കും ഉണ്ട്. നിന്റെ ഉദ്ദേശം എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ സമാധാനം കളയണം. അതിന് നിന്നു തരാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഈ മുറി തന്നെ താമസിക്കും. അതെന്റെ തീരുമാനം. തടയാൻ സിദ്ധുവിനെ കൊണ്ട് പറ്റുമോ? പറ്റും. എങ്കിയൊന്ന് തടഞ്ഞു നോക്ക്. റൂബി, റൂബി, ഇയാൾ എന്നെ മുറിയിൽ കയറ്റുന്നില്ല. എന്താ വക്കീലെ ഇങ്ങനെ? നിയമം അറിയാവുന്നവര് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താ നമ്മൾ എന്ത് ചെയ്യും? അന്യ സ്ത്രീയൊന്നും അല്ലല്ലോ ചന്ദ്ര, സ്വന്തം ഭാര്യയല്ലേ. സ്വന്തം ഭാര്യയെ മുറിയിൽ കേട്ടില്ലെന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണോ? ഭാര്യയാണെങ്കിൽ താലി വേണ്ടേ? അതൂരി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞവളെ ഇവള്. അങ്ങനെയുള്ള ഒരുത്തിയെ എന്റെ കൂടെ താമസിപ്പിക്കാനുള്ള ബാധ്യത എനിക്കില്ല. അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. തൽക്കാലം വക്കീലിപ്പോ ഇവളെ ഈ മുറിയിൽ താമസിപ്പിക്കാൻ സമ്മതിക്കും. അല്ലെങ്കിൽ എനിക്കിടപെടേണ്ടി വരും. സ്ത്രീകൾക്ക് നേരെയുള്ള ഏത് അതിക്രമവും സീരിയസ് ഒഫൻസ് ആണെന്ന് അറിയാലോ. ഒരു പ്രോബ്ലം വക്കീലായിട്ട് ഉണ്ടാക്കണോ? ഉണ്ടാക്കിയ ഞാനൊരു കഷ്ണം കടലാസിൽ ഒരു പരാതി എഴുതി കൊടുക്കും. നാർന്നത് നിങ്ങളായിരിക്കും. വക്കീലിതെങ്ങോട്ടാ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. ഭാര്യയെ റൂമിൽ കയറാൻ അനുവദിക്കണമെന്നേ നിയമം അനുശാസിക്കുന്നുള്ളൂ. അവൾക്കൊപ്പമേ ഭർത്താവ് താമസിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. ഇവളുടെ ഒപ്പം ഈ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പരാതി ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.